ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK Maths. അപ്പം നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ 4 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 4 ഭാഗങ്ങളിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസുകളാണ് കംപ്ലീറ്റ് ചെയ്തത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അതൊന്നുകൂടെ ക്ലിയർ ചെയ്തത്. ആദ്യത്തെ 4 ഭാഗങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ 5ാമത്തെ ഭാഗത്തിലോട്ട് വരിക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മൾ 5ാമത്തെ ഭാഗത്തിലോട്ട് മറ്റൊരു കാര്യമാണ് നമ്മൾ പഠിക്കുക. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഹെഡിങ് ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾ. സർക്കിളും ട്രയാങ്കിളും കൂടെ കമ്പൈൻ ചെയ്തു വരുന്ന കണക്കാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മുടെ സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിൽ എന്ത് കാണും മക്കളെ? ഒരു സെന്റർ കാണും. ആ സെന്റർ ആണ് നമ്മൾ O ആയിട്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ OB എന്ന് പറയുന്ന റേഡിയസ് ആയിരിക്കും. അതേപോലെ തന്നെ OC എന്ന് പറയുന്നതും എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. ഈ സെന്ററുമായിട്ട് റേഡിയസ് എന്താണ് മീറ്റ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ സെൻട്രൽ ആംഗിൾ എന്ന് വിളിക്കുക, അല്ലെ? സെൻട്രൽ ആംഗിൾ എന്ന് വിളിക്കുക. നമുക്കറിയാം ഈ ബിയും സിയും ചേർന്നുണ്ടാകുന്ന ഈ നേർരേഖ BC എന്ന് പറയുന്ന നേർരേഖയാണ് സർക്കിളിന്റെ കോഡ് എന്ന് പറയും. എന്ത് വിളിക്കുക? കോഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ ഭാഗത്ത് പഠിക്കാനുണ്ട്. ആ ഇക്വേഷൻ CL എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡ് ലെങ്ത്. CL എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡിന്റെ നീളം അല്ലെങ്കിൽ കോഡ് ലെങ്ത്. CL is equal to 2R. എന്താണ്? 2R. 2R എന്ന് പറഞ്ഞാൽ എന്താണ്? R എന്ന് പറഞ്ഞാൽ റേഡിയസ്. അപ്പൊ 2R സൈൻ എന്താണ്? സൈൻ. അടുത്തത് എന്താണ്? C/2. ഈ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. CL എന്ന് പറഞ്ഞാൽ കോഡ് ലെങ്ത്, R എന്ന് പറഞ്ഞാൽ റേഡിയസ്, C എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ആംഗിൾ. C എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ. അപ്പൊ ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ട്രയാങ്കിളും സർക്കിളും ചേർന്നുകൊണ്ട് ട്രിഗണോമെട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു ഇക്വേഷൻ എന്ത് മാത്രമാണ്? CL is equal to 2R sin C/2. ഇതറിയാമെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് നിങ്ങൾക്ക് കടക്കാം. അടുത്ത ഭാഗത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള കണക്കുകളാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത് ചെയ്യാനുള്ള. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഈ ഭാഗത്തിലെ ആദ്യത്തെ കണക്കിലോട്ട് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നിരിക്കുന്നത് നോക്കിക്കേ, ഒരു ട്രയാങ്കിളും ഉണ്ട്, അതേപോലെ തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു സർക്കിളും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എഴുതാൻ പറ്റുന്നത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പേരിടുന്നു ABC. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന് ഒരു സെന്റർ ഉണ്ട്. ഈ സെന്ററുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഈ ആംഗിൾ ആണ് ഇതാണ് എന്ത്? OAയും OBയും ആണ് എന്ത്? റേഡിയസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. ഈച്ച് സർക്കിളിന് ഒരു കണക്കും കൂടെ ഉണ്ട്. അപ്പൊ ആദ്യത്തെ സർക്കിളിന് റേഡിയസ് ആണ് കണക്ക്. അപ്പൊ റേഡിയസ് R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ AB എന്ന് പറയുന്നത് കോഡ് ലെങ്ത് ആണ്. കോഡ് ലെങ്ത് എത്ര ഉണ്ട്? 2 സെന്റിമീറ്റർ ഉണ്ട്. കൂടാതെ നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ആംഗിൾ എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരു കാര്യം കൂടെ കിട്ടി. സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമ്മൾ ഇപ്പൊ പഠിച്ച ഇക്വേഷൻ ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. നമ്മുടെ ഇക്വേഷൻ കൊടുക്കുന്നത് CL is equal to 2R sin C/2. എല്ലാ വാല്യൂസും അതാത് സ്ഥാനത്തിട്ട് കൊടുക്കും. CLന്റെ അവിടെ എന്തിട്ട് കൊടുക്കും? 2. അപ്പൊ എത്ര? 2 is equal to 2 into R into സൈൻ. സിയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? 60/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 is equal to 2 into R into സൈൻ എന്താണ്? 30. സൈൻ 30യുടെ വാല്യൂ നമ്മൾ മുമ്പിലത്തെ ക്ലാസ്സുകളിൽ ട്രിഗണോമെട്രിക് ടേബിൾ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അകത്തുണ്ട് സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. Therefore 2 is equal to 2 into R into 1/2. ഈ 2ഉം ക്യാൻസൽ ചെയ്യാൻ മിച്ചം എന്താണ്? R ഉം 2ഉം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം? R is equal to 2 സെന്റിമീറ്റർ. ദ റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ ഈസ് എത്രയാണ്? 2 സെന്റിമീറ്റർ. അടുത്ത കണക്കിലോട്ട് പോകും. അതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ ഭാഗം ക്ലിയർ ആകാൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. വളരെ സിമ്പിളുമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടുക. അടുത്ത ക്വസ്റ്റ്യനിലും നമുക്ക് എന്ത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ട? റേഡിയസ് ആണ്. ആദ്യം തന്നിരിക്കുന്ന ഫിഗർ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? തന്നിരിക്കുന്ന സാധനങ്ങൾ അല്ലെ, തന്നിരിക്കുന്ന ഡേറ്റാസ് എഴുതിയെടുക്കാം. നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഞാൻ പേരിടുവാണ് AB, ഇതിനെ C എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു സെന്റർ ഉണ്ടല്ലോ, സെന്റർ O ഉണ്ട്. കൂടാതെ ഞാൻ ഈ സർക്കിളിന്റെ മറ്റൊരു ഭാഗം 2 സെഗ്മെന്റുകൾ ഉണ്ട് അല്ലെ. സർക്കിൾ ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ നല്ലോണം പഠിച്ചവർക്ക് മനസ്സിലാവും. 2 സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ 135 ആണെങ്കിൽ ഈ ABCD എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? 180. ദാറ്റ് ഈസ് സപ്ലിമെന്ററി ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് 135 ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇത് 45 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ നോക്കുക,
ഇതുമായിട്ട് മെയ്ഡ് ചെയ്യുന്ന ആ സെൻട്രൽ ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി? ഇത് 45 ആണെങ്കിൽ അതിന്റെ ഇരട്ടി എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഡേറ്റാസ് എഴുതുക, ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ള ഒരൊറ്റ ചടങ്ങ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്തുനിന്ന് കോഡ് ലെങ്ത് CL = എത്ര ഉണ്ട്? 3 സെന്റിമീറ്റർ. അതേപോലെ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി? 90 ഡിഗ്രി. അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? റേഡിയസ് ആണ് നമുക്ക് വേണ്ടത്, അല്ലെ? നമുക്ക് റേഡിയസ് ആണ്, സെൻട്രൽ ആംഗിൾ ഉണ്ട്, കോഡ്. therefore നമ്മുടെ ഇക്വേഷൻ എന്താണ്? നിങ്ങൾ അതാണ് പഠിച്ച ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. CL = എന്താണ്? 2R sin C/2 ഇട്ട് കൊടുക്കുക. CL ന്റെ സ്ഥാനത്ത് എന്താണ്? 3 = 2 into R into sin C യുടെ സ്ഥാനത്ത് എന്താണ്? 90/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 = 2 into R into sin 90/2 എത്രയാണ്? sin 45. ഇനി sin 45ന്റെ വാല്യൂ നമ്മൾ ട്രിഗണോമെട്രിക് ടേബിളിൽ പഠിച്ചിട്ടുണ്ട്. sin 45ന്റെ വാല്യൂ എത്രയാണ്? ആ 1/√2 ആണ്. ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 3 = 2 into R into 1/√2 അല്ലെ? 1/√2 നമുക്ക് R ആണ് അല്ലെ വേണ്ടത്? R ആണ് വേണ്ട. അപ്പൊ ഈ √2 എന്ത് ചെയ്യും? ഈക്വൽ അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആവും. ഈ ഇൻറ്റു ചെയ്തിരിക്കുന്ന 2 ഈക്വൽ അപ്പുറം വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. മിച്ചം നമുക്ക് R എന്നുള്ള വാല്യൂ കിട്ടും. R = എത്ര കിട്ടി? 3√2 ഡിവൈഡ് ബൈ ഇൻറ്റു ചെയ്ത 2 താഴെ വരുമ്പോൾ എന്ത് ഈക്വൽ അപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആവും. ദാറ്റ് ഈസ് 3√2/2. ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ. മനസ്സിലായല്ലോ? അടുത്ത കണക്കും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഒരു കണക്കും കൂടെ ഉള്ളു. ആ കണക്കും കൂടെ കഴിഞ്ഞാൽ ഈ ഭാഗം കംപ്ലീറ്റ് ആവും. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ ഫിഗർ വരച്ചിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ സർക്കിൾ ഈസ് ടു ബി ഡ്രോൺ. ഒരു സർക്കിൾ വരച്ചിരിക്കുക. കണ്ട, ഈ ഒരു എന്താണ് റെയിൻബോ കളറിൽ ഇരിക്കുന്നതാണ് സർക്കിൾ. ഈ സർക്കിൾ ഈസ് പാസിംഗ് ത്രൂ ദ എൻഡ് ഓഫ് 5 സെന്റിമീറ്റർ. അതായത് ഇതാണ് നമ്മുടെ 5 സെന്റിമീറ്റർ അല്ലെ? ഞാൻ കാണാൻ പറ്റുന്ന ഒരു കളർ വെച്ച് ചെയ്യാം. ഇതാണ് നമ്മുടെ എന്ത്? AB എന്ന് പറയുന്നതാണ് 5 സെന്റിമീറ്റർ. കൂടാതെ അവരെന്തും കൂടെ പറയുന്നുണ്ട്, an angle of one segment. ഒരു സെഗ്മെന്റിലെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി എന്നും പറയുന്നുണ്ട്. ഒന്നുമില്ല. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 80 ഡിഗ്രി. വാട്ട് ഷുഡ് ബി ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ട്രയാംഗിളും സർക്കിളും റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്കാണ് ട്രിഗണോമെട്രി ചോദിക്കുന്നതെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. ഏതാണ്? CL = 2R sin C/2. അതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ അകത്ത് നമുക്കറിയാം ഇതാണ് നമ്മുടെ സെന്ററുമായിട്ടൊരു എന്താണ് ആംഗിൾ വന്നാൽ ഇത് O ആണ്. ഇത് 80 ഡിഗ്രി ആയതുകൊണ്ട് ഇത് അതിന്റെ ഇരട്ടി എത്ര ആയിരിക്കും? 160. ഇതാണ് നമ്മുടെ റേഡിയസ്. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി, ആൻസർ കിട്ടും. ജസ്റ്റ് നമ്മുടെ വാല്യൂസ് എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി ആൻസർ കിട്ടും. നമുക്കറിയാം തന്നിരിക്കുന്ന സാധനങ്ങൾ CL ഉണ്ട് എത്ര? 5. അതേപോലെ തന്നെ സെൻട്രൽ ആംഗിൾ ഉണ്ട് എത്രയാ? 160. അതേപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഡിയസ് ആണ്. ജസ്റ്റ് അപ്ലൈ ദി ഇക്വേഷൻ അല്ലെ? നമ്മുടെ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്യുക. CL = 2R sin C/2. CL ന്റെ സ്ഥാനത്ത് 5 = 2 into R into sin C/2 എന്ന് പറഞ്ഞാൽ എത്ര? 160/2. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? നമ്മൾ ആൻസറിലോട്ട് കടക്കുകയാണ്. നോക്കുക, 5 = 2 into R into sin എത്ര? 80. sin 80യുടെ വാല്യൂ ഒന്നും നമുക്ക് ടേബിളിൽ ഇല്ല അല്ലെ? അത് നമുക്ക് ക്വസ്റ്റിന് തരും, ഉറപ്പാണ് ക്വസ്റ്റിന് തന്നിരിക്കും. ഓക്കെ, തന്നില്ലെങ്കിൽ ഭാഗ്യം, അതിന് മാർക്ക് കിട്ടും കേട്ടോ. SLCക്ക് അങ്ങനെ വാല്യൂ തന്നില്ലെങ്കിൽ അതിന് ഫുൾ മാർക്ക്, എന്തെങ്കിലും എഴുതി വെക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അതിൽ പേടിക്കേണ്ട, വാല്യൂ തരും, അത് ഉറപ്പാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് R കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? Rനെ അവിടെ നിർത്തണം. 5 കൊണ്ട് ഇൻറ്റു ചെയ്ത ഈ 2 ഈക്വൽ അപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആവും. ഇൻറ്റു sin 80 ഈക്വൽ അപ്പുറം പോകുമ്പോൾ എന്താണ്? ഡിവിഷൻ ആവും sin 80. ഇനി വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. R = 5 ഡിവൈഡ് ബൈ 2 ഇൻറ്റു sin 80യുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റിന് തരും. sin 80യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.9848. ജസ്റ്റ് ഇത് ചെയ്യാൻ അറിയാലോ. ഇൻറ്റു ചെയ്ത് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ട് ഇതുമായിട്ട് 5 ഡിവൈഡ് ബൈ ഇൻറ്റു ചെയ്ത വാല്യൂ നമുക്ക് റേഡിയസ് കിട്ടും. അത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കുഞ്ഞുനാളിലെ തൊട്ട് അറിയാവുന്നതാണ്. അതങ്ങ് ചെയ്യുമ്പോൾ നമുക്ക് 2.53 സെന്റിമീറ്റർ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ. ഇതാണ് നമ്മുടെ ഈ സർക്കിളിന്റെ റേഡിയസ്. സിമ്പിൾ അല്ലേ? ഈ ഒരൊറ്റ ഇക്വേഷൻ ഓർത്താൽ നമുക്ക് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആവും. അപ്പൊ അടുത്ത ഭാഗത്തിൽ പാർട്ട് നമ്പർ 5 ആണല്ലോ നമ്മളിപ്പോ ചെയ്തത് അല്ലെ? പാർട്ട് നമ്പർ 6 ഈ ചാപ്റ്ററിൽ തന്നെ മറ്റൊരു കാര്യം, കുറച്ച് കാര്യങ്ങളുണ്ട്. അതുമായിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഇന്നത്തെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ അടുത്ത ക്ലാസ് കാണുന്നവരേക്കും ഗുഡ് ബൈ.